ഏതാ ഈ കരിഞ്ഞവനെന്ന് തോന്നുന്നുണ്ടാ? നമ്മൾ ഈ അമ്പ് പെരുന്നാൾ വരുമ്പോഴൊക്കെ മെഴുകുതിരി കുത്തണ മെഴുകുതിരി സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥയാണ് ഇട്ടത്. അപ്പോൾ സ്ഥിരമായിട്ട് വൃത്തിയാക്കണവർക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ പോലെ മടിച്ചു കോതകളുണ്ടെങ്കിൽ 8ൻ്റെ അല്ല 16ൻ്റെ അല്ല അതിന് വലിയ പണി കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ മെഴുകൊക്കെ കളഞ്ഞ് മെഴുന്ന് പറഞ്ഞാൽ മെഴുക് തന്നെ മെഴുകുതിരിയുടെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഇതെങ്ങനെ പുതുപുത്തനാക്കാന്നാണ് നോക്കണേ. അപ്പോൾ ഇതുപോലത്തെ പൊട്ടത്തരങ്ങൾ ആരും ചെയ്യരുത് കേട്ടോ. അതായത് ഗ്യാസിൻ്റെ മുകളിൽ കൊണ്ടുപോയി ചുരുക്കരുത്. പിന്നെ ഗ്യാസ് ക്ലീൻ ആക്കാൻ വേറെ വീഡിയോ ഇടേണ്ടി വരും. അപ്പോൾ സംഭവം ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പോരും. പക്ഷേ ഈ പാത്രത്തിന് സൈഡിൽ നിറച്ച് ഹോളുകൾ, അത് കാരണം ഗ്യാസിൻ്റെ ഉള്ളിലേക്ക് ഒലിച്ചിറങ്ങും. അപ്പോൾ നമുക്ക് വീണ്ടും പണി കിട്ടും. അപ്പോൾ നമ്മൾ അടുപ്പിലാ പുറത്ത് എവിടെയെങ്കിലും കുറച്ച് കടലാസ് കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഉരുക്കി കഴിഞ്ഞാൽ ആ മെഴുക് കംപ്ലീറ്റ് ഉരുകി വീണ് എല്ലാം പോയി കിട്ടൂട്ടാ. നമ്മൾ കത്തി കൊണ്ട് എത്ര കുത്തിയാലും അത് ക്ലീൻ ആവില്ല. അപ്പോൾ വിചാരിക്കും ഫേഷ്യൽ ചെയ്തപ്പോൾ കുട്ടി കരിഞ്ഞു പോയില്ലോ, ഇനിയിപ്പോൾ കുട്ടീനെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു ചീഞ്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അലുമിനിയം പാത്രം വേണ്ട, ഇത് ആവശ്യമില്ലാത്ത അലുമിനിയം പാത്രമായ കാരണമാണ് കേട്ടോ അത് വെച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് പുളിയാണ് കേട്ടോ എടുക്കണത്. ഇത് കേടായി തുടങ്ങിയ പുളിയാണ്, പഴകി കേടായി തുടങ്ങി. അപ്പോൾ വലിയ ഫ്രഷ് പുളിയൊന്നും വേണ്ട. ഇനിയിപ്പോൾ സാമ്പാറിന് പിഴിഞ്ഞ് ബാക്കി വരുന്ന ചണ്ടി ആയാലും പ്രശ്നമില്ല. അപ്പോൾ കുറച്ച് പുളി ഇടുന്നുണ്ട് കേട്ടോ. വെള്ളത്തിലേക്ക് കുറച്ച് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ കൈ കൊണ്ട് ചെറുതാക്കി ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 പാത്രത്തിലേക്ക് എടുത്തിട്ട് കൂട്ടാ. ഗ്യാസിൻ്റെ മുകളിൽ പാത്രം കത്തിച്ചിട്ടാണ് ചീഞ്ചട്ടി വെച്ചിരിക്കണം. അപ്പോൾ പുളിയുടെ വെള്ളത്തിലേക്ക് ഈ 2 മെഴുകുതിരി സ്റ്റാൻഡ് ഇട്ട് കൊടുത്തു നമ്മൾ. പിന്നെ നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊരു സാമ്പാർ ഉണ്ടാക്കാനാണ് പോണേന്ന്. അല്ല കേട്ടോ, പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് വിനാഗിരി. അപ്പോൾ നിങ്ങളങ്ങനെ ചിന്തിച്ചതിൽ തെറ്റ് പറയാൻ പറ്റില്ല അല്ലേ. വിനാഗിരിയും ഉപ്പും പുളിയൊക്കെ ഇടുമ്പോൾ അടിപൊളി സംഭവമായിട്ട് വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കും. പക്ഷേ നമ്മുടെ ക്ലീനിങ് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? കുറച്ച് വിം ലിക്വിഡ് അല്ലെങ്കിൽ കുറച്ച് സോപ്പും പൊടിയാണ്, എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് വെട്ടി തിളപ്പിക്കുക കേട്ടോ. നല്ല പോലെ തിളയ്ക്കണം. അപ്പോൾ ആ അഴുക്കൊക്കെ ഇളകും. അതുപോലെ അതിനൊരു നല്ലൊരു കളറും പുതിയതുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. ഇത് കുഞ്ഞു കാര്യമാണെങ്കിലും വീട്ടമ്മമാർക്ക് ഇതൊക്കെ ഭയങ്കര തലവേദന പിടിച്ച കാര്യങ്ങളാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ പണി, നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്താ പണിയെന്ന് ചിന്തിക്കണ ആൾക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കണവർക്കറിയില്ല, ചെയ്യണവർക്കറിയാം. A to Z നമ്മുടെ കയ്യിലാണ് ഇരിക്കണേ അല്ലേ. അപ്പോൾ ഇതിങ്ങനെ വെള്ളം കുറവായ കാരണം ഒന്ന് മറച്ചും തിരിച്ചൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം വെച്ചത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ചൂടുള്ള കാരണം കത്തിയോണ്ടാണ് മറച്ചിടണേ കേട്ടോ. നല്ല തിളച്ചുടങ്ങിയിട്ട് കണ്ട പാത്രം ക്ലീനായി വരണ കണ്ട. അതിൽ കിടന്നിട്ട് തന്നെ പാത്രം വെളുത്ത് സുന്ദരനായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവനൊന്ന് പുറത്തേക്ക് എടുക്കാം. നല്ല ചൂടുണ്ട്, ചൂടാറിയിട്ട് എടുത്താൽ മതി. അപ്പോൾ എനിക്ക് പണിത്തിരക്കുള്ള കാരണം വേഗം ചെയ്യണതാണ് കേട്ടോ. നമുക്കിവിടെ പെരുന്നാളാണ് ഈ ശനി ഞായറും. അപ്പോൾ ഒതുക്കലിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപകാരപ്പെടണം, ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ വീഡിയോ എടുത്തിടണം കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് തേച്ച് കഴുകാൻ പോവാണ്. ഒരച്ച് കഷ്ടപ്പാടൊന്നും വേണ്ട കേട്ടോ. ഒരു തരി വിമ്മ് നമ്മളതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് വിമ്മ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേ സ്ക്രബ് കൊണ്ട് ജസ്റ്റ് ഉരയ്ക്കുമ്പോൾ തന്നെ കണ്ട എന്ത് സുന്ദരനായിട്ടാവാൻ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ എത്ര നേരം ഇരുന്ന് പണിയെടുക്കണം. ആ മെഴുക് കളയാൻ തന്നെ നമുക്ക് 1 മണിക്കൂർ നേരം വേണം. അപ്പോൾ അത്രയും ക്ലീനായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈസി അല്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാമല്ലോ. ഇതുപോലെ നമുക്ക് എല്ലാ പാത്രങ്ങളും ക്ലീൻ ആക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലത്തെ പിരി ലൂസായിട്ടുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മെഴുകുതിരി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. നമ്മളിങ്ങനെ കുറേ കൊല്ലം ഇങ്ങനെ ഉപയോഗിച്ച് അതിൻ്റെ നെട്ടും ബോൾട്ടൊക്കെ നമ്മുടെ പോലെ പിരി വെട്ടിയിട്ട് ഞാൻ വിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് ടൈറ്റാക്കിയിട്ട് ഇതേ മെഴുകുതിരിയൊക്കെ നല്ല ഭംഗിയിൽ കുത്തിയിട്ട് ഇനി ഒരു വെള്ള തുണി വിരിച്ചൊരു ടീപ്പോയും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ അമ്പ് വരുന്ന നേരത്ത് കിടന്ന് പടയാൻ നിൽക്കണ്ട. പെരുന്നാളുകളുടെ സീസണായ കാരണം ഒന്ന് ട്രൈ ചെയ്യാം.